ഡയാനെ എത്ര ക്ലാസ് വരെയാണ് ഇദ്ദേഹം ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്? 1-ാം ക്ലാസ്സിൽ മുതൽ 10-ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. അന്നേ എനിക്കറിയാമായിരുന്നു ഇവളുടെ ഉള്ളിൽ ഒരു കലയുണ്ടെന്ന്. അതെ അതെ അതെ. ആ കല അങ്ങോട്ട് വളർന്ന് പൂത്ത് പന്തലിച്ചേക്കല്ലേ. എന്നെ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു പരിപാടികളിൽ പങ്കെടുക്കാൻ. ഡയാന നന്നായി പഠിക്കുവോ? നന്നായി പഠിക്കുവോ? പഠിക്കുമായിരുന്നല്ലോ. പിന്നെ ഇവിടെ നന്നായിട്ട് പഠിക്കും. അത് മാത്രമല്ല ചാക്കിലോട്ടം, പിന്നെ ഇഷ്ടിക നടക്കല്, അങ്ങനെയുള്ള കലാപരിപാടികളിലൊക്കെ ഇവള് ഫസ്റ്റ് ആയിരുന്നു. എല്ലാത്തിനും മാഷാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. മാഷ് പറയാ എന്താ വന്നേ? ഞാൻ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണല്ലോ. കുമാരൻ ഒരു കൈത്താങ് എന്നിട്ടുള്ളതാണ് പരിപാടി. ശരി. അപ്പൊ അതിൽ ഇന്നലെ മീറ്റിംഗ് കൂടി കഴിഞ്ഞ സമയത്ത് നമ്മുടെ സ്കൂളിലെ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഡയാനയാണല്ലോ. എല്ലാവർക്കും ഒരു നിർബന്ധം, എങ്ങനെയെങ്കിലും ചെന്ന് കണ്ട് ഡയാനയെ കൊണ്ട് അതിഥിയെ അവിടെ ഒന്ന് കൊണ്ടുവരിപ്പിക്കണമെന്ന്. അതിനുവേണ്ടി വന്നതാണ്. പിന്നെ അതിന്റെ കൂടെ രമേശ് വെറുതെ അടയ്ക്കല്ലേ, അപ്പൊ രമേശ് ഒന്ന് വന്നോട്ടെ. ഞാനങ്ങനെ വെറുതെ നടക്കുമല്ല. അല്ല, രമേശ് വന്നിട്ട് വേറെ ഒന്ന് പ്രസംഗിക്കുകയോ ഒന്നും വേണ്ട. അല്ല വേണ്ട, ഞാൻ വരുന്നില്ല. അല്ല, രമേശ് വരണം. അല്ല മാഷ അങ്ങനെ പറയരുത്. നിങ്ങളുടെ സ്കൂളിലെ വലിയ സെലിബ്രിറ്റി അല്ലേ ഡയാന, നിങ്ങൾക്ക് അപ്പൊ ഡയാനെ കൊണ്ടത് ചെയ്യിച്ചൂടെ? ചേട്ടാ, എന്റെ മാഷിന്റെ ഒരു റിക്വസ്റ്റ് അല്ലേ, എങ്ങനെയെങ്കിലും രണ്ടുപേരും സമയം കണ്ടെത്തി ഒന്ന് വന്നു കഴിഞ്ഞാല്. കലാപരിപാടി ഒന്നും ചെയ്യണ്ട, വന്നതിന് ശേഷം വരിക, ചെക്കൊപ്പിട്ട് തരിക, പോവുക. എന്താ ചെക്ക് തരിക, പോവുക. ചെക്കോ? അങ്ങോട്ട് നിങ്ങൾ ഞങ്ങൾ വരുമ്പോ പേയ്മെന്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഒപ്പിട്ട് തരുമോ ചെക്ക്? അല്ലല്ല, ചെക്ക് രമേശിന്റെ വീട്ടിലുണ്ടല്ലോ. രമേശിന് എടുത്തോണ്ട് വരാലോ, എപ്പോഴെങ്കിലും എടുത്തോണ്ട് വരാലോ. എടുത്തോണ്ട് വരിക, അതിനകത്ത് ഒപ്പിടുക. ബ്ലാങ്ക് ചെക്കാണ് ഞങ്ങൾക്ക് വേണ്ടത്, തരിക. പൈസ അങ്ങോട്ട് കൊടുക്കാൻ. കുമാരനൊരു കൈത്താങ്ങാണ്. ആരെ കുമാരനാരാ? അതായത് കുമാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു നിർധനനായിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. എന്റെ കൂടെ പഠിച്ച കുമാരൻ. അതെ, അത് മാഷിന്റെ മോനല്ലേ? അതെ, പക്ഷെ അവൻ നിർധനനാണല്ലോ. അപ്പൊ മാഷിന് പെൻഷൻ ഒന്നും കിട്ടുന്നില്ലേ? എനിക്ക് റിട്ടയർ ആയപ്പോൾ കിട്ടിയ പൈസ കൊണ്ടല്ലേ മൂത്ത മോള് ബാംഗ്ലൂർ IT കമ്പനി തുടങ്ങിയത്. രമേശേട്ടാ, അതിഥി എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സ് വെച്ചിട്ട് എന്റെ സ്കൂളാണ്, എന്റെ മാഷിന്റെ റിക്വസ്റ്റ് ആയപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നു പോയാൽ മതി. മാറുന്നില്ലല്ലോ, ഡേറ്റ് കറക്റ്റ് അല്ലേ? നിങ്ങളുടെ കൺവീനിയൻസ് ഡേറ്റ് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് വെക്കുവാണെങ്കിൽ ഞാനും അതിഥിയും കൂടെ ആ ഫംഗ്ഷൻ വരാം, ഡയാനയും വരാം. പിന്നെ ആ കുമാരന്റെ കൈത്താങ്ങ് നടക്കണ കേസല്ല, നമ്മൾ വരാം, സംസാരിക്കാം കേട്ടോ. അപ്പൊ ഓക്കെ മാഷ, ഞങ്ങൾ ഷൂട്ട് നടത്തണം. അല്ല മോളെ, എനിക്ക് ഇനി വൈകുന്നേരം ട്രെയിൻ ഉള്ളതേ. അപ്പൊ ഒന്ന് ഫ്രഷ് ആവാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റൂം എടുക്കാൻ കാശില്ല. അപ്പൊ മോളെന്തെങ്കിലും ഒരു പൈസ ഇല്ലാന്നൊന്ന് വിഷമിക്കുവാണോ? എന്നോടൊരു വാക്ക് പറയണ്ടേ? അയ്യോ, ഇത് ഓർത്ത് വിഷമിക്കണ്ടേ? ഒരു ഊണും കഴിക്കണം. എല്ലാത്തിനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം. മാഷ് ഒന്നും പേടിക്കണ്ട. അവിടെ പോയി കുറച്ച് എത്ര നേരം വേണേലും അവിടെ പോയി ഇരുന്നോ കേട്ടോ. അവിടെ ഇരുന്നോ, ഓക്കെ അല്ലേ? അവിടെ ഇരുന്നോളൂ. പിന്നെ ഇവിടെ ഇരുന്ന് ആവശ്യമില്ലാത്തൊന്നും പറയരുത് കേട്ടോ. ഞാനടുത്ത് നീ പൈസ കൊടുക്കുമെന്ന് എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ ഇവിടെ ഒരാളെ വിളിച്ചിരുത്തുമ്പോ? മാഷ അവിടെ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല പറഞ്ഞ. ഭാവം കണ്ട ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്നാ വിചാരം.